നമ്മുടെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റിന്റെ എക്സാമിന്റെ റിസൾട്ട് വന്ന ശേഷം പല കുട്ടികൾക്കും പേരൻസിനും ഒത്തിരി പല രീതിയിലുള്ള ഡൗട്ട്സുകളുണ്ട്. അത് എന്റെ അടുത്ത് ഒത്തിരി കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്. എന്നാലും നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ക്യാപ്ഷനെ നോക്കിയാണ് ഒരു വീഡിയോ നമ്മൾ കാണുന്നത്, നമ്മുടെ ആവശ്യമുള്ള ഒരു വീഡിയോ കാണുന്നത്. എന്താണ് ക്യാപ്ഷൻ? പക്ഷെ നമ്മൾ സാധാരണ ഒരു ക്യാപ്ഷൻ വെച്ചാലും അതിനുള്ളിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ക്യാപ്ഷനുള്ളിലുള്ള മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ പല കുട്ടികളും നമ്മൾ ആ ക്യാപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പം അവർ ഉദ്ദേശിച്ച ഡൗട്ട്സ് അതിനകത്ത് ആ ക്യാപ്ഷൻ കാണില്ല, അവർ കാണാറില്ല. ഇനി വീഡിയോ കണ്ട് തുടങ്ങിയാലോ നമ്മൾ ഇത്തിരി നേരമേ ആ വീഡിയോ കാണാറുള്ളൂ, ഒത്തിരി നേരം ഒന്നും കാണത്തില്ല. നമുക്ക് ഏറ്റവും സമയം കുറച്ച് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പല ആൾക്കാരുടെയും, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ലാതെ എനിക്ക് ഒത്തിരി സമയമൊന്നും ഇവിടെ ചെലവഴിക്കാനില്ല. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഞാൻ ആ കാര്യത്തിലോട്ടാണ് വരുന്നത്. നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനോട് ഒപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ കേൾക്കണം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. ഒത്തിരി കുട്ടികളുടെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ നമ്മുടെ പ്ലസ് ടു പാസ്സായി മാറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫെയിൽ ആയ കുട്ടികൾ. ഒരിക്കലും നമുക്ക് ഒരു ഫെയിൽഡ് സ്റ്റുഡന്റിന് നമുക്കിനി ഈ വർഷം പ്രത്യേകിച്ച് ഇത് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ട് ഒരു കോളേജിലും പോകാൻ പറ്റില്ല. അപ്പൊ പലർക്കും ഈ ഇംപ്രൂവ്മെന്റോട് കൂടി ഇത് തീർത്ത് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. കാരണം അവർ ചിലപ്പോൾ പ്ലസ് ടു ജയിച്ച് കാണും, പ്ലസ് ടുവിന്റെ മാത്രം ഇപ്പൊ സെയിൽ ജയിച്ച് കാണും, അപ്പോഴും ഈ പ്ലസ് വൺ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിലൂടെ പാസ്സായി കഴിഞ്ഞാൽ രണ്ടും പാസ്സായല്ലോ എന്ന് അങ്ങനെ ആയെങ്കിൽ പോലും നമുക്ക് സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് അടുത്ത വർഷത്തെ ഇപ്പോഴത്തെ റെഗുലർ സ്റ്റുഡൻസ് എഴുതി കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എത്തിപ്പെടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും പിന്നെ നമുക്കൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല ക്ലാരിറ്റികൾ വരാനുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഈ പ്ലസ് ടു സേയുടെ റിസൾട്ട് ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് അവരുടെ റെഗുലറും സേയുടെയും കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ റെഗുലറിന് ഫെയിൽ ആയിട്ടുണ്ടാവും. ഏതാ ആദ്യത്തെ മാർച്ചിലെ എക്സാമിന്, പക്ഷെ സേയ്ക്ക് ജയിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഏതാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇനി പരിഗണിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഒത്തിരി കുട്ടികൾക്ക്. അതിന്റെയും ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് വരാനുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എനിക്ക് എത്രയുള്ളൂ സജസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് നന്നായിട്ട് പഠിക്കുക. അതിനുള്ള സാധ്യത എന്തായാലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി പഠിച്ചാൽ ഇനി എക്സാം ഇല്ലെങ്കിൽ പോലും ഞാനൊരു ചെറിയൊരു ചാൻസ് വെച്ച് പറയാം, എക്സാം ഇല്ലെങ്കിൽ പോലും അടുത്ത വർഷം നമുക്ക് എഴുതിയേ പറ്റും. അപ്പൊ ഇപ്പോഴേ നേരത്തെ പഠിച്ചു വെച്ചാൽ നന്നായിട്ട് നമുക്ക്. അല്ലാതെ എല്ലാവരും ഇനി ഒക്ടോബറിൽ ഇല്ല എന്ന് ഞാനങ്ങ് ഒരു ചെറിയ ചാൻസ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ള നേരത്തെ എല്ലാം നമുക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എല്ലാവർക്കും എഴുതാം. അതുകൊണ്ട് അതിനുള്ള സാധ്യത ഉണ്ട്. എന്നാലും ചെറിയ രീതിക്കുള്ള ഒരു സാധ്യത ഇല്ലായ്മ വന്നാൽ പോലും നഷ്ടമില്ല. നിങ്ങൾ അടുത്ത വർഷം എന്തായാലും എഴുതണം. പ്ലസ് ടു എഴുതേണ്ട രീതിയാണ് ഇപ്പോഴത്തെ രീതി കൂടെ പ്ലസ് ടു കൂടെ നിങ്ങൾ എഴുതിയേ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി സമാധാനമായിട്ട് ചിന്തിക്കുക. അല്ലാതെ ഉടനടി ഇനി ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഈ വർഷം നമുക്ക് ജയിച്ച് പാസ്സാകാനുള്ള വഴിയില്ല. നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകളാണ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഇതിനെല്ലാം നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്ന് ഇൻസ്ട്രക്ഷൻസ് നമുക്ക്, അതായത് ചുമ്മാ ഒരു ക്ലാസ് തരിക എന്നുള്ളതല്ല, പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ക്ലാസ് തരാൻ. അതുപോലെ അതിനുവേണ്ടി ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സുകളും തരുമ്പോഴാണ് നിങ്ങൾക്ക് അത് ജയിക്കാൻ പറ്റുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇച്ചിരി ടഫായിട്ടുള്ളവരാ, അത് ഈസി അല്ല. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ട്, പഠിക്കാൻ തോന്നാനുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടും ഉണ്ട് കേട്ടോ. പഠിക്കാൻ തോന്നാനും വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. കാരണം ഇപ്പോഴും ഫെയിലായ കുട്ടികളുടെ എല്ലാം വീട്ടിലെ പ്രശ്നം, ഇവർ മൊബൈൽ കളിച്ചാണ്, മൊബൈലിനോട് ഒത്തിരി ഭയങ്കരമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോഴും അതിനൊന്നും മാറ്റം വരാൻ അവർക്ക് പറ്റില്ല. മീൻസ് അവിടെ നിന്ന് റിക്കവർ ആകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് അവരോട് പഠിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ഇതിന് സ്വയം ഉത്തരവാദിത്തം എടുത്തേ പറ്റൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നന്നായിട്ട് പഠിച്ച് പാസ്സായി ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പുറകെ നടന്നുള്ള ആ രീതിയിൽ നിന്ന് മാറി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായില്ലെങ്കിൽ ഇത് പണി വാങ്ങി കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു അക്കൗണ്ട് വേറെ ഒന്നും വരില്ല. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇപ്പൊ കിട്ടുന്ന ഈ പ്രൈം ടൈം പഠിക്കാനുള്ളതും
ജോലിക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി നിങ്ങൾ നന്നായിട്ട് പോയില്ല എങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ കാത്ത് ഒന്നുമേ ഇല്ല. അതുകൂടെ ശ്രദ്ധിക്കുക, ഒരു ശൂന്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒന്നും കാണില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരൊന്നും കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല. അവരൊക്കെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. നിങ്ങളൊരു 10, 22, 23 വയസ്സാകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ജോലിയാണ്. അതാണ് നമ്മുടെ കൂട്ട് കേട്ടോ. നമ്മുടെ കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയാണ്. ആ ജോലിയിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ മറ്റുള്ള ആരെയും നമുക്ക് ശ്രദ്ധിക്കാനും കാണത്തില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെയാണ് നമ്മുടെ കൂട്ടെന്ന് പറയുന്നത് കേട്ടോ അവരും. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പ്രവർത്തിക്കുക. എനിക്ക് ഇതേ ഉള്ളൂ പറയാൻ. പല കുട്ടികൾക്കും ഇങ്ങനെ പഠിക്കാനുള്ളൊരു തോന്നൽ ഇല്ല. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിങ്ങൾക്ക് ബാക്കിയായിട്ട് കിടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചെറിയൊരു കുഴപ്പം തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും നമുക്ക് വേൾഡിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ എളുപ്പത്തിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി പഠിക്കേണ്ടത് എന്തിനാണെന്നുള്ളതും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളതിനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആവശ്യം തന്നെയാണ് നമുക്ക് ഇതിന്റെ ഒരൊറ്റ കാരണം. ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളൊരു കാരണം കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് പറയുന്നത് പല കുട്ടികളുടെയും പല രീതികളിലുള്ള വീട്ടുകാർ പറയുന്ന ഒരു വിഷമമുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഈ വർഷം ഈ കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഈ വർഷം നമുക്ക് ജയിക്കാൻ പറ്റില്ല. പിന്നെ നിയോസ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂള്. അവിടെ നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഇപ്പോഴേ അഡ്മിഷൻ, നമ്മളിപ്പം 12th ഇതിപ്പോ നമുക്ക് അഡ്മിഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ ഫെയിലായ കുട്ടികളൊന്നും അത് പോയി അറ്റൻഡ് ചെയ്ത് എടുക്കണമെന്നില്ല. കാരണം വാലിഡിറ്റി ഉണ്ടെങ്കിലും പലയിടത്തും ചിലപ്പോൾ ചെല്ലുമ്പോൾ അതിന്റെ ആ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അത്രയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ്. എന്തിനാ നമ്മളുകൊണ്ട് ഈ വർഷം കൂടെ നമ്മൾ നന്നായിട്ട് +2 തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി തന്നെ പാസ്സാവാൻ ശ്രമിക്കുക. സമയമുണ്ട്. കാരണം നിയോസ് നിങ്ങൾ പഠിക്കാൻ പോയാലും അവിടെ പഠിക്കാൻ നമുക്ക് ഒത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സിലബസ് കുറെ ഉണ്ട്. അല്ലാതെ നമുക്ക് അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നത് നിയോസ് പഠിച്ചാൽ നിയോസ് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു നമുക്ക് ചെറിയ ഇതേ ഉള്ളൂ. അല്ല വേറെ കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. അതൊക്കെ ഇച്ചിരിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുമേ രക്ഷയില്ല. നമുക്ക് അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് നിയോസിന് സമീപിക്കുന്നതായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫെയിലായ കുട്ടികൾക്ക് ഏറ്റവും നല്ല വഴി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഇപ്പൊ ചെയ്യാനുള്ളത് അതിനകത്ത് എളുപ്പം തന്നെ ആക്ട് ചെയ്യുക കേട്ടോ. അതിനുള്ളിലോട്ട് നിങ്ങൾ ഇൻവോൾവ് ആയിക്കൊണ്ട് കാര്യം തുടങ്ങുക. അപ്പൊ എല്ലാവരും പഠിച്ചോ. നമ്മുടെ മാക്സിമം നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും നമ്മുടെ മാക്സിമം ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഈ ചാനലിൽ കൂടെ നിങ്ങൾ അറിയിച്ചിരിക്കും കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഞാൻ കൂടുതലും പറയുന്നില്ല. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.